ബംഗ്ലാദേശ് സമഗ്രമായ പരിഷ്കരണങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ്. ഷെയ്ഖ് ഹസീന ഭരണകൂടം രാജ്യത്തെ നശിപ്പിച്ചുവെന്നാണ് ഇടക്കാല സർക്കാരിന്റെ ആരോപണം. മുൻ പ്രധാനമന്ത്രി വിട്ടുകിട്ടാൻ ഇന്ത്യയോട് ഔപചാരികമായി ആവശ്യപ്പെടുന്നെന്നും ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, ഭരണഘടന, ജുഡീഷ്യറി തുടങ്ങിയ മേഖലകളിൽ പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നിരവധി കമ്മീഷനുകൾ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് വ്യക്തമാക്കുന്നു. കമ്മീഷനുകളുടെ ശുപാർശകൾ ലഭിച്ച ശേഷം ജനുവരിയോടെ അത് നടപ്പാക്കും. ഭരണഘടനാപരവും നീതിന്യായപരവുമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ പൊതു തെരഞ്ഞെടുപ്പ് നടത്തൂ. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ബംഗ്ലാദേശിന് സമ്പദ് വ്യവസ്ഥ, ഭരണം, ബ്യൂറോക്രസി, ജുഡീഷ്യറി എന്നിവയിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തിൽ രാജ്യത്തെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നുവെന്നും ജനാധിപത്യം, സാമ്പത്തിക സ്ഥിരത, പൊതുവിശ്വാസം എന്നിവ പുനഃസ്ഥാപിച്ചുകൊണ്ട് അത് പുനർനിർമ്മിക്കുക എന്ന വലിയ ദൗത്യമാണ് മുന്നിലുള്ളത് എന്ന് 84-കാരനായ നൊബേൽ സമ്മാന ജേതാവ് പറയുന്നു. ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ വിചാരണ പൂർത്തിയായാൽ ഹസീനയെ കൈമാറാൻ ഇന്ത്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിക്കും. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച അന്താരാഷ്ട്ര നിയമപ്രകാരം ഇന്ത്യ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും മുഹമ്മദ് യൂനസ്. രാഷ്ട്രീയക്കാരനല്ല എന്ന് വ്യക്തമാക്കുന്ന യൂനസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് തറപ്പിച്ചു പറയുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായി 100 ദിവസം തികയുന്ന സാഹചര്യത്തിൽ യൂനസ് മാധ്യമങ്ങൾക്ക് പ്രത്യേക അഭിമുഖം അനുവദിച്ചു. അതേസമയം സർക്കാരിലുള്ള വിദ്യാർത്ഥി നേതാക്കൾ അവരുടെ ഇന്ത്യാവിരുദ്ധ നിലപാട് കടുപ്പിക്കുകയാണ്. ബംഗ്ലാദേശിൽ മതമൗലികവാദം വളരുന്നു എന്ന പ്രചാരണത്തെ ചെറുക്കുന്നതിന് ഒരു മീഡിയ സെൽ രൂപീകരിക്കാനുള്ള പദ്ധതി മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥി നേതാക്കൾ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.